ഞാൻ പോയി കഴിഞ്ഞ താൻ ഇവിടെ കിടന്നുണ്ടല്ലോ, മൂക്കുകൊണ്ട് വരയ്ക്കും. അത് കാണാൻ ഞാൻ എന്റെ സ്വന്തം കാറിൽ വരും. ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ അതേ കെട്ടിയോനും കുട്ടിയോളും വീട്ടിലിട്ടിട്ട് ഞാൻ പോവാണ് കേട്ടോ. അപ്പോൾ അതേ നമ്മൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലാണ് എത്തിയിരിക്കുന്നത്. എവിടേക്കാണെന്ന് അറിയണ്ടേ? ഞാനും എൻ്റെ കുറച്ച് കസിൻസ് എല്ലാവരും കൂടിയിട്ട് ട്രെയിനിൻ്റെ പോവാം. ഞാനും എൻ്റെ കസിൻസും കൂടിയിട്ട് ഒരു ചെറിയൊരു ഗേൾസ് ട്രിപ്പിലാണ്. അപ്പോൾ വേറെ ആരുടെ വീട്ടിലല്ല, നമ്മുടെ ഗിഫ്റ്റിയുടെ വീട്ടിലേക്കാണ് കേട്ടോ, ബാംഗ്ലൂർക്ക്. അപ്പോൾ ഞാനും എൻ്റെ വലിയമ്മച്ചിയുടെ മക്കളും കേട്ടാണ് മൂന്നാല് കൊല്ലമായിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ കസിൻസൊക്കെയും കണ്ടിട്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് എക്സൈറ്റ്മെൻറ്റൊക്കെ എല്ലാവർക്കും ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മച്ചിയുടെ ചേച്ചിയുടെ മക്കളും അവരുടെ മക്കളൊക്കെ ആയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ അതായത് ചേച്ചി ചുക്കു കാപ്പിയൊക്കെ ആയിട്ടാണ് വന്നേക്കണത്. അപ്പോൾ ആൾക്ക് നല്ല ചുമയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ട്രെയിനിൽ കയറിയതിന് ശേഷം ഏകദേശം ഒരു 11 മണിക്ക് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലൈറ്റൊന്നും ഇടാൻ ഭാഗം ഉണ്ടായിരുന്നില്ല, കാരണം എല്ലാവരും ഓൾമോസ്റ്റ് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ അവിടെ ഇരുന്ന് ചെറിയ ചെറിയ സൗണ്ടിൽ ഞങ്ങളുടേതായ വർത്തമാനങ്ങളും കളിയും ചിരിയൊക്കെ ആയിട്ട് അവിടെ ഇരുന്നു. ഒരു 7 മണിയാകുമ്പോഴേക്കും നമ്മൾ ബാംഗ്ലൂർ എത്തി. അപ്പോൾ ബാംഗ്ലൂർ എത്തിയിട്ട് നമ്മളെ പിക്ക് ചെയ്യാനായിട്ട് ഗിഫ്റ്റിയുടെ ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ഗിഫ്റ്റിയുടെ ഫ്ലാറ്റിലോട്ട് പോവാണ് കേട്ടോ. നമ്മുടെ മറ്റെല്ലാ വ്ളോഗിലൊക്കെയും എൻ്റെ മക്കളാണ് സാധാരണ ഷൂട്ട് ചെയ്യാറ് കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് കാര്യമായിട്ട് ക്യാമറ ഹാൻഡിൽ ചെയ്യാനൊന്നും അറിയില്ല. അത് കാരണം കുറേ ഭാഗങ്ങളൊക്കെയും ഞാൻ മറന്നു പോയി എടുക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ അതെ ഗിഫ്റ്റിയുടെ വീട്ടിൽ വന്നിപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെയും കഴിക്കുകയാണ്. നല്ലൊരു ബ്രെഡ് സ്റ്റുക്കും അവൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് പോവാണ്. വേറൊരുത്തേക്കല്ല, നമ്മൾ ചേച്ചിക്ക് കുറച്ച് പർച്ചേസിങ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അധികം സമയമൊന്നുമില്ല, കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചിങ്ങോട്ട് വരണം. അപ്പോൾ ഒരു 3-4 മണിക്കൂറത്തെ പർച്ചേസിങ്ങിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ പോണത്. അപ്പോൾ എല്ലാവരും റെഡിയായിട്ട് ഇതേ പോയിക്കൊണ്ടിരിക്കുക. ഇനി കുറേ നാളുകൾക്ക് ശേഷമായിട്ട് ഞങ്ങൾ ഇതുപോലേക്കൊന്ന് പോകുന്നത്. കാരണം നമ്മൾ ചെറുപ്പകാലത്തൊക്കെ എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ മക്കളൊക്കെയാണ് ഇവർ. അപ്പോൾ നമ്മൾ കസിൻസൊക്കെ ആയിട്ട് പണ്ട് കാലത്തൊക്കെ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിലും വലുതായി കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു പോക്കൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല. അപ്പോൾ അതൊരു രസം തന്നെയായിരുന്നു. ഇനിയും ഉണ്ട് കേട്ടോ ഞങ്ങൾക്ക് സിസ്റ്റേഴ്സ്, പക്ഷേ എല്ലാവരും ഒരുമിച്ച് കൂട്ടിയിട്ടൊന്നും ഇങ്ങനെ പോകാൻ സാധിച്ചിരുന്നില്ല. അപ്പോൾ മൂത്ത ചേച്ചിയാണ്, പുള്ളിക്കാരത്തി ഓസ്ട്രേലിയയിലാണ്, പിന്നെ മറ്റേ ചേച്ചി ദുബായിലാണ്. അപ്പോൾ ഇവർക്ക് വരാൻ പറ്റിയ സമയമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇവരെയും കൂട്ടി ഗിഫ്റ്റിയുടെ വീട്ടിലേക്ക് ഞങ്ങൾ പോയി. അതോടുകൂടി ഒരു ചെറിയ പർച്ചേസിങ്ങും. ചേച്ചി ഇവിടുന്ന് കൂടുതൽ പർച്ചേസ് ചെയ്തത് സാരി ബ്ലൗസുകളാണ്. നല്ല പ്രിൻസസ് കട്ട് വരുന്ന നല്ല വർക്ക് ചെയ്തിട്ടുള്ള സാരി ബ്ലൗസുകൾ ഇവിടുന്ന് ആൾ വാങ്ങിച്ചിട്ടാണ്. കാരണം ആൾക്ക് ഓസ്ട്രേലിയക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെ കുറേ ഫംഗ്ഷനുകളൊക്കെ വരുമ്പോൾ അറ്റൻഡ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ആൾ ഇങ്ങനെ ബ്ലൗസുകളൊക്കെ ഇവിടുന്ന് വാങ്ങിച്ചത്. കാരണം ഇവിടുത്തെ, അതായത് നമ്മുടെ നാട്ടിൽ ഒരു പ്രിൻസസ് കട്ട് ബ്ലൗസൊക്കെ തയ്ക്കണമെങ്കിൽ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് കൊടുക്കണം. പക്ഷെ നമുക്ക് ഇവിടുന്ന് മേടിക്കുമ്പോൾ ഒരു 500-700 ആ റേഞ്ചിലൊക്കെയും നല്ല ക്വാളിറ്റി ഉള്ള നല്ല വർക്കൊക്കെ വരുന്ന ബ്ലൗസുകൾ നമുക്ക് മേടിക്കാൻ കിട്ടും കേട്ടോ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം കുറേ അധികം കടകളും ഉണ്ട്. നമുക്ക് മാറി മാറി ഒരു ഷോപ്പിംഗ് അനുഭവം തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ നാട്ടിലൊരു കല്യാണം അതുപോലെ എന്തെങ്കിലുമൊക്കെ വരാണെങ്കിൽ കുറച്ച് അധികം ബ്ലൗസുകളൊക്കെ മേടിക്കുമ്പോൾ 1-2 ബ്ലൗസ് മേടിക്കാനായിട്ട് ഇങ്ങോട്ട് വന്നിട്ട് കാര്യമില്ല. പക്ഷേ കുറച്ചധികം ബ്ലൗസുകളും കാര്യങ്ങളൊക്കെ മേടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യാവുന്നതുള്ളൂ കേട്ടോ. ഷോപ്പിങ്ങിന് നമുക്ക് വളരെ കുറച്ച് സമയം തന്നെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. കാരണം നമുക്ക് ഗിഫ്റ്റിയുടെ ഫ്ലാറ്റിലോട്ട് വേഗം തിരിച്ചു പോകണം. അവിടെ ഒരു ഫംഗ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ആ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാനായിട്ട് നമ്മളിനി പോവാണ്. മാത്രമല്ല ഇതിൽ വാങ്ങിച്ച സാരിയും ബ്ലൗസൊക്കെയും ചേച്ചിയും പിള്ളേരും അത് ആ ഫംഗ്ഷനിൽ ഇടുന്നുണ്ട് കേട്ടോ. യൂട്യൂബർ പ്രൊഫഷണലാവും വെറുതെ. അപ്പോൾ ഞങ്ങൾ വരുമ്പോഴേക്കും ഗിഫ്റ്റ് ഫ്ലാറ്റൊക്കെ നന്നായി ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. കാരണം ഞാൻ പറഞ്ഞില്ല ഒരു ഫംഗ്ഷൻ ഉണ്ടെന്ന്. അപ്പോൾ ഫംഗ്ഷൻ വേറെ ഒന്നല്ല, നമ്മുടെ മാർത്തമോളെ നോക്കുന്ന നാനിയുടെ ഗോദ്ബരായാണ്. അപ്പോൾ പുള്ളിക്കാരത്തി ബംഗാളിയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഒരു മാസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പുള്ളിക്കാരത്തി അവരുടെ നാട്ടിലോട്ട് പോകും. അപ്പോൾ ആൾക്കൊരു സർപ്രൈസായിട്ട് ഒരു ചെറിയൊരു ഫംഗ്ഷൻ ഇവിടെ വെച്ചിരിക്കുക. അവരുടെ നാട്ടിലെന്തോ ഷാദെന്ന് അങ്ങനെ എന്തോ കൂടെ പറയാം. അപ്പോൾ ആൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ചെറിയ സർപ്രൈസ് പാർട്ടിയാണ് കേട്ടോ. അപ്പോൾ പുള്ളിക്കാരത്തേക്ക് അറിയുന്നുണ്ടായിരുന്നില്ല ഇങ്ങനൊരു പാർട്ടി ഇവിടെ അറേഞ്ച് ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ ഗിഫ്റ്റ് കുറച്ച് നേരത്തേക്ക് ആളുടെ മെയ്ഡിനെയും അതുപോലെ തന്നെ ഈ പുള്ളിക്കാരത്തിനെയും താഴേക്ക് ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ നേരം കൊണ്ടാണ് ഗിഫ്റ്റ് ഇവിടെ മൊത്തം അറേഞ്ച് ചെയ്തത്. അപ്പോൾ അവൾക്ക് ആകെ ഒരു ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് എന്നെ താഴേക്ക് പറഞ്ഞു വിടണേ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സങ്കടമൊക്കെ അങ്ങോട്ട് മാറിക്കിട്ടി.
ഒരു ചെറിയ ബർത്ത്ഡേ പാർട്ടി ഇവിടെ അറേഞ്ച് ചെയ്യുന്നുണ്ടെന്ന് മാത്രം ആൾക്കറിയുള്ളൂ കേട്ടോ. ഈ വന്നിരിക്കുന്ന ഞങ്ങളുടെ ആരുടെയും ഒരാളുടെ ബർത്ത്ഡേ ആണെന്ന് മാത്രം അറിയാം. അപ്പോൾ എന്നിരുന്നാലും ബർത്ത്ഡേ പാർട്ടിക്ക് അറേഞ്ച് ചെയ്യണതിന് എന്തിനാണ് എന്നെ താഴേക്ക് വിടണമെന്നുള്ളൊരു വിഷമം ആയിരുന്നു ആൾക്കായിരുന്നത്. അപ്പോൾ താഴേക്ക് ഇറങ്ങി പോകാൻ പറഞ്ഞപ്പോൾ സങ്കടമൊക്കെ വന്നു എന്നാണ് ഗിഫ്റ്റ് പറഞ്ഞത് കേട്ടോ. പക്ഷേ എന്തായാലും കയറി വന്നപ്പോൾ ആൾക്ക് എന്തായാലും സന്തോഷമായി. അപ്പോൾ അന്നത്തെ ദിവസം അവൾക്ക് ഇടാനുള്ള ഡ്രസ്സൊക്കെയും ഗിഫ്റ്റ് അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് ശേഷം അവളോട് ഡ്രസ്സൊക്കെയും ചെയ്യാൻ പറഞ്ഞിട്ട് അങ്ങോട്ട് പറഞ്ഞു വിട്ടു കേട്ടോ. റീൽസ് എടുത്ത് കഴിഞ്ഞാ കഴിഞ്ഞിട്ടെടുക്കാന്ന് പറഞ്ഞു. അങ്ങനെ റീൽസിൻ്റെയും ടിക്ടോക്കിൻ്റെ ഒരു വലിയ പുലിയാണ് കേട്ടോ ഞങ്ങളുടെ ചേച്ചി. അപ്പോൾ ചേച്ചിയുടെ റീൽസ് എടുക്കലൊക്കെയും കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പൂജയുടെ ഹസ്ബൻഡിനെ നമ്മൾ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. ആൾക്കും അറിയില്ല ഇവിടെ ഒരു ഫംഗ്ഷൻ ഉണ്ടെന്ന് മാത്രം അറിയാം. അതിനു വേണ്ടി ഇൻവൈറ്റ് ചെയ്തതാണ്. സിന്ദൂരത്തിന്റെ നീളം അത്രയ്ക്ക് നീളം ഞാനാണിപ്പം നമ്മളെ കല്യാണം വെച്ചത്. എനിക്ക് തീരുമാനിച്ചിട്ടേ എനിക്ക് ചുമ വരുന്നുണ്ട്. ഞാൻ പിടിച്ചുപിടി. അപ്പോൾ ആളുടെ ഹസ്ബൻഡിനും ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഇവിടെ അറേഞ്ച് ചെയ്തത് അറിയണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങളും പറഞ്ഞല്ലോ ഒരു ചെറിയ ഫംഗ്ഷൻ വീട്ടിലുണ്ട്, അപ്പോൾ അതിനെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വരാനാണ് ആളോടും പറഞ്ഞത്. ഇവിടെ എത്തിയപ്പോൾ ആൾക്കും ആകെ ഷൈ പോലെയൊക്കെ ആയി. അപ്പോൾ നമ്മുടെ ഫംഗ്ഷനുകൾ ഇങ്ങനെ തുടങ്ങാണ് കേട്ടോ. അയ്യോ പിടിച്ചോ ആദ്യം 3 വട്ടം കറക്ക്. മുഖത്തല്ല ഇങ്ങനെ ആരതി ഒഴിയില്ലേ. 1 2 3. ഓക്കെ, ഇനി നെല്ലും പൊല്ലും തലേ. ലൈറ്റ്. അയ്യോ പहली बार कर रहा हूँ. और उसका भी ഓക്കെ. പായസം അതവിടെ വെച്ചോ, നിലത്ത് വെച്ചോ. അവനും കൊടുത്തോ, വെറുതെ ഇരിക്കില്ല പാവം. ഹലോ അച്ഛനിലേക്ക് നീ മുഴുവൻ മറ്റേ പൂരാ കാക്കി ജനാബി. അങ്ങനെ ചേച്ചിയുടെ ഊഴം കഴിഞ്ഞ് ഞാനും അതുപോലെ തന്നെ ഗിഫ്റ്റിയും ഓരോരുത്തരായിട്ട് ഈ ചടങ്ങ് അങ്ങോട്ട് റിപ്പീറ്റ് ചെയ്യാനിട്ടുണ്ടായത്. അപ്പോൾ എല്ലാവർക്കും ഇതൊരു പുതുമയായിരുന്നു. കാരണം നമ്മളൊന്നും ഇങ്ങനത്തെ ഒരു പരിപാടി ചെയ്തിട്ടില്ല. പിന്നെ പുള്ളിക്കാരത്തിയുടെ വീട്ടിൽ, അതായത് ബംഗാളി കൾച്ചറിനനുസരിച്ചിട്ടുള്ള സംഭവമാണ് നമ്മളിവിടെ അറേഞ്ച് ചെയ്തതൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്നും ഇതുപോലെ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് തന്നെയാണ് ഗിഫ്റ്റ് അതിൻ്റേതായ കുറേ കാര്യങ്ങളൊക്കെയും നോക്കി അതിൻ്റെ മാക്സിമം ആളെ എഫേർട്ട് എടുത്തിട്ടാണ് കേട്ടോ ഈ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തത്. पायस अच्छा नहीं है क्या? पायस अच्छा है क्या? ठीक है, वो लोग मत चिढ़ा रहे हैं मेरे को. अच्छा नहीं इसलिए ऐसे बोल रहे नहीं चाहिए. അപ്പം നമ്മുടെ നാട്ടിലെ പ്രസവത്തിന് പറഞ്ഞേക്കുന്ന ചടങ്ങ്, പിന്നെ അതുപോലെ തന്നെ വളക്കാപ്പ്, അതിൻ്റെയൊക്കെ ഒരു വേറെ വേർഷൻ തന്നെയായിരുന്നു കേട്ടോ അത്. എന്താ ജെൻഡർ ഗസിങ്ങോ? ഒരെണ്ണത്തിനകത്ത് ഇത് ലൈറ്റ് വെച്ചിട്ടുണ്ട്, ഒരെണ്ണത്തിനകത്ത് മറ്റേ അമ്മിയില്ലേ, അമ്മിയാണ് വെക്കേണ്ടത്. അമ്മിക്ക് വരെ നമ്മുടെ ചെറുതായിട്ട് ഇടിക്കില്ലേ ഉരുളുകല്ല്, അതിന്റെ കല്ല് വെച്ചിട്ടുണ്ട്, ഇടിക്കല്ലേ. അപ്പം പുള്ളിക്കാരത്തി ചൂസ് ചെയ്യണ്ടോ എന്താ. അപ്പം ലൈറ്റ് ആണെങ്കിൽ പെൺകുട്ടി, ചെയ്യാതെ എന്തെങ്കിലും ലൈറ്റ് ഇതാണെങ്കിൽ പെൺകുട്ടി, മറ്റേ കല്ലിൻ്റെതാണെങ്കിൽ ആൺകുട്ടി. ഓക്കെ, മാത്തക്കുട്ടി ഒരു ഗെയിം പോലെയാണല്ലേ. മുത്തിന് വേണ്ട. അപ്പോൾ
അപ്പോൾ അങ്ങനത്തെ കുറച്ച് ചടങ്ങുകൾക്ക് ശേഷം പിന്നെ സ്വീറ്റ്സ് കൊടുക്കലാണ്. അപ്പോൾ ഒരു ഉണ്ണീനെ മടിയിൽ ഇരുത്തിയിട്ട് വേണം സ്വീറ്റ്സ് കൊടുക്കണം അത്രേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാർത്തമോളെ മടിയിൽ ഇരുത്തിയിട്ടാണ് മാർത്തയ്ക്ക് സ്വീറ്റ്സ് കൊടുക്കണം പറയണേ. അപ്പോൾ ആ ചടങ്ങുകളാണ് ഇനി നടക്കണേ കേട്ടോ. थोड़ा थोड़ा ഇതെന്ത് ചോല മഞ്ഞ പുലാവ്. ഇത് ഇതിന്റെ ഭാഗമായിട്ടുള്ളത് തന്നെയല്ലേ? ഇവര് ഷാദ് എന്ന് പറയും. ഷാദ് മത്ലബ് കൂത്ബറായി. ബംഗാളി ഗോദ്ബറായി. ഇത് വാങ്ങിയതാടി? ഇത് വാങ്ങിയതാ. അതെ. എനിക്ക് പായസം പിന്നെ ഈ ഇതെന്താ ചിക്കന്? ചിക്കൻ കോഷ. കോഷ ഒരു ബംഗാളി. അപ്പോൾ ഇതിന് ശേഷം ഓരോരുത്തരായിട്ട് പൂജയ്ക്ക് ഗിഫ്റ്റുകൾ കൊടുക്കുകയാണ് കേട്ടോ. അതായത് ഈ ഒരു ടൈമിൽ കൊടുക്കാൻ പറ്റാവുന്നല്ല ഗിഫ്റ്റുകൾ നമുക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഇനിയുള്ള ചടങ്ങിൽ. ഇപ്പോൾ സ്വീറ്റ്സും ഫ്രൂട്ട്സും അതുപോലെ ഡ്രസ്സും ജ്വല്ലറി അങ്ങനെ ആയിട്ട് ഇങ്ങനെ കൊടുക്കുകയാണ് എല്ലാവരും കൂടിയിട്ട് അവൾക്ക്. അങ്ങനെ അപ്പോൾ ആ ചടങ്ങുകളൊക്കെ ഇതോടുകൂടി തീരാണ് കേട്ടോ. അപ്പോൾ അവൾക്ക് എല്ലാ ഗിഫ്റ്റുകളും കൊടുത്ത് അവളെ പിന്നെ കുറച്ച് 1-2 ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ പിന്നെ പറഞ്ഞയക്കുകയാണ് ചെയ്തത്. പിന്നെ അതിന് ശേഷം ഞങ്ങളെല്ലാവരും ഡ്രസ്സൊക്കെ ഒന്ന് മാറി ഞങ്ങളെ ഡിന്നർ നമ്മൾ പുറത്തുനിന്നാണ് കഴിച്ചത്. അപ്പോൾ ഗിഫ്റ്റിക്ക് വേറെ സ്ഥലങ്ങളിലേക്കൊന്നും ഞങ്ങളുടെ കൂടെ വരാൻ പറ്റിയില്ല. ഇപ്പോൾ രാത്രിയിൽ ഡിന്നർ കഴിക്കാൻ നമ്മളൊന്ന് പുറത്തേക്ക് പോയി. അപ്പോൾ മാർത്തമോളിയും എല്ലാവരും കൂടിയിട്ട് നമ്മളത് ഈ സ്ഥലത്തേക്കാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ലൊരു ആംബിയൻസ് ഉള്ളൊരു സ്ഥലമായിരുന്നു കേട്ടോ. അപ്പോൾ അവിടുത്തെ ഡിന്നറെല്ലാം കഴിച്ച് നമ്മൾ പിന്നെ തിരിച്ച് ഗിഫ്റ്റിയുടെ ഫ്ലാറ്റിലോട്ട് തന്നെ തിരിച്ച് പോയി. ഇപ്പോൾ ഒരു 2 ദിവസത്തെ ഒരു ട്രിപ്പാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിറ്റേ ദിവസം നമ്മളിത് കുറച്ച് നേരം മാർത്തമോളുടെയൊക്കെയും കൂടെ ഇരുന്ന് കളിച്ച് നമ്മൾ പിന്നെ ചേച്ചിക്ക് നെയിൽ എക്സ്റ്റൻഷൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ നമ്മൾ. ആദ്യം നമ്മളിവരെ വീട്ടിലേക്ക് വരുത്തിയിട്ട് ചെയ്യിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നോക്കിയപ്പോൾ നമുക്ക് വീടിൻ്റെ അടുത്ത് തന്നെയാണ്, പോയി ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടിയിട്ട് പോയിട്ടാണ്. എന്താ സമൂ ഉറങ്ങിയേ? അപ്പോൾ എല്ലാവരും നെയിൽ എക്സ്റ്റൻഷനും അതും നെയിൽ ആർട്ടും ഒക്കെയും ചെയ്യാനായിട്ടിരിക്കട്ടെ. അപ്പോൾ ഞാനും എൻ്റെ ഫസ്റ്റ് ടൈം എൻ്റെ കൈയും നെയിൽ എക്സ്റ്റൻഷനും വെച്ച് കൊടുത്തു. തുറക്കൂ മണവാട്ടി. ഹായ്, നല്ല രസമുണ്ട്. ഇങ്ങോട്ട് വയ്ക്കും. ഓ 2 പാത്രം. ഓക്കെ, ക്ലീനിങ് ഇതൊക്കെ കഴിഞ്ഞിട്ടാണ്. നീ പൊട്ടിക്കണ്ട, മാറ്റാൻ പറ്റില്ലേ? എല്ലാവരും അപ്പോൾ ഞാനും സമ്മുമോളും മാത്രമാണ് എക്സ്റ്റൻഷൻ ചെയ്തിട്ട്, ബാക്കി എല്ലാവരും എക്സ്റ്റൻഷനും നെയിൽ ആർട്ടും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും വർക്കൊക്കെ കഴിഞ്ഞു കേട്ടോ.
അപ്പോൾ ഇതൊരു നല്ലൊരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. കാരണം നമുക്കിടെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ നമുക്ക് സാധിക്കാമെന്ന് പറയില്ല, അതേപോലെയായിരുന്നു. അപ്പോൾ നെയിൽ എക്സ്റ്റൻഷനൊക്കെ വെച്ചിട്ട് പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. അപ്പോൾ ഇച്ചിരി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ ചെറിയൊരു സ്പായൊക്കെയും ചെയ്തു. അതിനുശേഷം പിന്നെ നമുക്ക് നമ്മുടെ ഫ്ലൈറ്റിൻ്റെ സമയം ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കുട്ടികൾക്കുള്ള കുറച്ച് സ്വീറ്റ്സ്, നമ്മുടെ ബാംഗ്ലൂരിലെ പ്രശസ്തമായ സ്വീറ്റ്സ് ഷോപ്പിലേക്കൊക്കെ പോയി കുറച്ച് സ്വീറ്റ്സൊക്കെ മേടിച്ച് നമ്മൾ നേരെ ഇനി ഗിഫ്റ്റിയുടെ ഫ്ലാറ്റിലോട്ടാണ് പോകുന്നത്. പക്ഷേ അവിടെ നിന്ന് അങ്ങോട്ട് ഭയങ്കര റഷായിരുന്നു. നമുക്ക് ഫ്ലൈറ്റ് കിട്ടുമെന്ന് തന്നെ ഒരു പേടിയുണ്ടായിരുന്നു. ഒരു ഓട്ടം തന്നെയായിരുന്നു എന്ന് തന്നെ പറയാണ്ട. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ചമടക്കായിരിക്കോ പോക്കായിരിക്കോ? ഹലോ, ഞാൻ ഇതിൽ പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഫ്ലൈറ്റ് കിട്ടുന്നു യാതൊരു ഉറപ്പ് ഞങ്ങൾക്കില്ല. കാരണം 9 മണിക്കാണ് ഞങ്ങൾ എയർപോർട്ടിലെത്തിയത്. ചുമ്മാ ചോദിച്ചു നോക്കാം, ഇല്ലയെന്നുണ്ടെങ്കിൽ അടുത്ത ഫ്ലൈറ്റിൽ കയറി പോരാമെന്നുള്ളൊരു ഇതിലായിരുന്നു. പിന്നെ അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് ഫ്ലൈറ്റ് 1 മണിക്കൂർ ഡിലേ ആയിരുന്നു. അതുകൊണ്ടൊന്നും മാത്രമാണ് ഞങ്ങൾക്ക് അന്ന് കിട്ടിയത്. ഫ്ലൈറ്റ് ഒരു വല്ലാത്ത എക്സ്പീരിയൻസ് ആയിപ്പോയി. നല്ലാണോ അവര്? തിരിഞ്ഞു നോക്കണോ? താല്പര്യമില്ല കൈസ, താല്പര്യമില്ല. അവരാകെ തീറ്റയുടെ ഭ്രമത്തിലാണ്. അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് വ്ലോഗ് ബാംഗ്ലൂർ ഒരു ലേഡീസ് ഗേൾസ് നല്ല ആൾക്കാർ ലേഡീസ് ട്രിപ്പ് എന്ന് പറയാം നമുക്ക്. അത് അവസാനിച്ചിരിക്കുന്നു. 1.5 ട്രിപ്പായി. അതെ, അതങ്ങനെ അവസാനിച്ചു. ഇപ്പോൾ അത്ര ബുദ്ധിമുട്ടായിരുന്നു. അതുവരെ നമ്മൾ അടിച്ചു പിന്നെ ഫ്ലൈറ്റ് ഡിലേ ആയത് ഞങ്ങളുടെ ഭാഗ്യം. അത് പറഞ്ഞാൽ മതി. ഓടായിരുന്നു. അതെ, അങ്ങനെ അത് കിട്ടി ഞങ്ങൾക്ക്. ഓക്കെ, അപ്പൊ ഇതോടുകൂടി ഒരു തീരുമാനമായി. ആർക്ക് വേണമെങ്കിലും ഫ്ലൈറ്റ് കയറി ഇതുമാതിരി ഓടിക്കേറി ജീവിതം. അല്ല, നമ്മൾ പണ്ട് സ്കൂൾ ബസ് കിട്ടാത്തപ്പോൾ അതുപോലെ തന്നെ ബസ് മിസ്സാകുമ്പോൾ ഓടണ പോലെ ഓടി. അതെ, അതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് ഞങ്ങൾ എടുത്ത്. പക്ഷെ അതൊന്നും എടുക്കാനല്ല ക്ഷമ ഉണ്ടായില്ല. ഛർദ്ദിച്ച് ചാവാതെ ഇവിടെ എത്തിയത് ഭാഗ്യം. ശരി, എന്നാ ഓക്കെ. അപ്പോൾ നല്ല വെറൈറ്റി എക്സ്പീരിയൻസോട് കൂടിയിട്ടും അതുപോലെ നല്ല നല്ല ഓർമ്മകളോട് കൂടിയിട്ടും ഞങ്ങൾ ഇവിടുന്ന് തിരിച്ച് നാട്ടിലേക്ക് വരാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്